ഹായ് ഗൈസ്, ഹായ്. ഒരു ഹായ് പറയ്. ഇവറ്റകളെ കൊണ്ടാണ് ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങിക്കണത്. ഇനി അവിടെ ഹായ് പറയാം. ഹായ്, എല്ലാവർക്കും ഹായ്. അതെ, നമ്മള് എത്രാമത്തെ പോഡ്കാസ്റ്റ് ആണ്? രണ്ടാമത്തെ പോഡ്കാസ്റ്റ്. ഷിബിൽ, ഒന്നാമത്തെ പോഡ്കാസ്റ്റ് ഇറങ്ങിയതിനു ശേഷം എങ്ങനെയാണ് ഒരു ഇത് വിലയിരുത്തൽ പറയാം? അല്ല, ആൾക്കാർക്കൊക്കെ ഇത് കണ്ടിരിക്കാൻ ഭയങ്കര ത്രില്ലിംഗ് ഉണ്ട്. ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചു. ഒന്നാമത്തെ പോഡ്കാസ്റ്റ് ഒന്നാമത്തെ പോഡ്കാസ്റ്റ് ഇറങ്ങിയതിനു ശേഷം ഈ പറഞ്ഞ പോലെ ഷിബില് കുറെ ഫോർവേഡ് മെസ്സേജുകൾ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടു അല്ലെ. കുറെ ആൾക്കാർ വോയിസ് അയച്ചു, നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അല്ലെ. നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമുക്ക് ആരും ലെങ്ത് അറിയണം അങ്ങനെ അങ്ങനെ. ഇപ്പൊ എന്താ ചിരിച്ചിടിച്ച ഞങ്ങൾക്ക് എന്നെ കണ്ടൊരു പ്രത്യേക അതെ. സംഗതി എന്താ വെച്ചാൽ താടി മീശി എടുത്തു. അപ്പൊ എന്തോ വലിയൊരു താടി മീശ വിചാരിച്ചേ അതെന്താ ഉണ്ടല്ലോ. അത് നഞ്ഞ തോർത്തുന്നോണ്ട് അവന്റെ താടി മീശ ഇങ്ങനെ എടുത്താണ് പോരും. അപ്പൊ ഞാൻ താടി മീശ എടുത്തു. സംഗതി എന്താ വെച്ചാല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാ. അതിന്റെ ബിഗ് ഡീൽ അല്ല. അതുവിടെ വലിയ ടോപ്പിക് ആക്കാൻ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ പോഡ്കാസ്റ്റ് ഇറങ്ങിയ ശേഷം എന്താ പറയാനുള്ളത്? ഈ പോഡ്കാസ്റ്റ് ഫുള്ള് കണ്ടു. എന്താണ് എന്റെ അഭിപ്രായം പറയും? നല്ല അഭിപ്രായം. ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. നല്ല അഭിപ്രായം അത്യാവശ്യം ബോറടിക്കാതെ കാണാൻ പറ്റുന്ന. യെസ്, അവിടെ നമ്മളെ എന്ത് വിജയം, സക്സസ്, നമ്മൾ ജയിച്ചു. യെസ്. അപ്പോ ഇന്നത്തെ ഇജും കൂടി പറയാം. എന്താ ആളുകളെ അഭിപ്രായം? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ആരും മോശം പറഞ്ഞിട്ടില്ല. കണ്ടിന്യൂ ചെയ്യണം. മെച്ചപ്പെടുത്തണം, കണ്ടിന്യൂ ചെയ്യണം. നമ്മളെ സെറ്റപ്പുകൾ കുറച്ച് വലുതാക്കണം. അതെ. ഇന്ന് എന്ത് ടോപ്പിക് പറയുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് തുടങ്ങാം. എന്തൊരു പറയാ, എനിക്കല്ലേ നാടിനെ പറ്റി അറിയണത്. എന്താ നാട്ടിലെന്താ നടക്കണേ? നമ്മുടെ നാട്ടിലല്ല, പൊതുവെ എന്താ നടക്കണത്? നാട്ടില് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവന്റെ സംസാരം കേട്ടിട്ട് ഒന്ന് രണ്ട് ആളുകളിനോട് പേഴ്സണൽ അസീം ഭയങ്കര ഒരു പക്വതയോടെ സ്റ്റാൻഡേർഡോടെ നാട്ടിലൊരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓർത്താൻ പറഞ്ഞത് നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഭയങ്കര ചില ആൾക്കാർ ഇംഗ്ലീഷ്. ഷിബിൽ ഇംഗ്ലീഷിൽ അഗ്രഗണ്യനാണ്. ക്യാമറ ഷിബിൽ ഇംഗ്ലീഷിൽ ഇവിടെ ഫോക്കസ് ചെയ്യും. ഇംഗ്ലീഷിൽ അഗ്രഗണ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ അറിയാം. അതെ. എന്തെങ്കിലും അവിടെ ഒരു സ്മെൽ, എന്തെങ്കിലും ഭയങ്കര ബാഡ് സ്മെൽ എന്ന് പറയാൻ അറിയാം. ഇപ്പൊ ഗുഡ് സ്മെൽ, ഇത് ഗുഡ് സ്മെൽ എന്ന് പറയാൻ അറിയാം. ഗുഡ് സ്മെൽ, ബാഡ് സ്മെൽ ഒരു ഇതിന്റെ ഒരു ചെറിയ ഞാൻ ഷിബില് രാത്രി ഒരു ദിവസം നിലപ്പെടുത്തി രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ രാത്രി ബൈക്കുമ്പോൾ പോയിന് ജാംജൂം കോഴിപ്പീടിന്റെ മുന്നിൽ കൂടെ പോയി. കോഴിപ്പീടിന്റെ മുന്നിൽ കൂടെ പോയാൽ എന്താ ഉണ്ടാവാ? അത്ര മണിക്കൂരല്ലോ. ഇവിടെ എന്തൊരു ബാഡ് സ്മെൽ. ഷിബിൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി മാറിയതാണ് അത്. ഓക്കെ, അപ്പോ ഷിബിൽ എന്തൊക്കെയാണ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്നാ ടോപ്പിക്ക് എല്ലാരും കുറെ ആൾക്കാർ മണി മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. എന്താ നമ്മൾ മണി മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം? മണി മാനേജ്മെന്റ് നമ്മളെപ്പോഴും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം മണി മാനേജ്മെന്റ് നല്ല രീതിയിൽ നടത്തിയവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. മണി മാനേജ്മെന്റ് നടത്താത്തവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ളതിന് അർത്ഥാക്കണം എന്താ ചെയ്യും? എന്റെ കണ്ണില് ആരൊക്കെയാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടത്? മുകേഷ് അംബാനി, യൂസുഫ് അലി. അങ്ങനല്ല, രക്ഷപ്പെടാറിനപ്പോ പല നമ്മുടെ ജീവിതത്തിൽ പല കടമ്പകള് നമ്മൾ നേരിടേണ്ടി വരും. സാമ്പത്തികപരമായിട്ട് നേരിടേണ്ടി വരും, മാനസികപരമായിട്ട് നേരിടേണ്ടി വരും, ശാരീരികപരമായിട്ടൊക്കെ നേരിടേണ്ടി വരും. രക്ഷപ്പെടൽ ചിലപ്പോ ഒരാൾപ്പോ കുറച്ച് ദിവസം മുമ്പാണ് മറ്റേ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അയാള് കോടിക്കണക്കിന് ആസ്തി അയാള് സ്വയം സൂയിസൈഡ് ചെയ്ത് മരിച്ചു എന്ന് പറയുമ്പോ അതിന്റെ ഒരു ആഘാതം നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം മണി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പൊ ടോപ്പിക്കായിട്ട് പറയാൻ വിചാരിച്ച സാധനം മണി ഈസ് അൾട്ടിമേറ്റ് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. എന്താ മണി ഈസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം അത് പോസിബിൾ ആണെന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മണി മേക്ക് ഹാപ്പിനെസ്, മണി മേക്സ് എവരിതിങ് എന്നൊക്കെ പറയും. ഇപ്പൊ ചില ആൾക്കാർ പറയും പൈസ ഒരു പെരുന്ന് പറഞ്ഞു, പൈസയാണെല്ലാം ഫുൾ പൈസയാണെന്ന് പറയും. ചില ആൾക്കാർ പറയും പൈസ ഒന്നും അല്ല, അതിനേക്കാളും കൂടി. നമുക്ക് ഈ പറഞ്ഞ ഓരോരുത്തരുടെ പൈസനെ കുറിച്ച്, മണി മാനേജ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ മണി ഈസ് ഓൾവേസ് അൾട്ടിമേറ്റിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം നോക്കാം. ആദ്യം വേദിയിലേക്ക് കടന്നു വരുന്നത് ഷിബിലാണ്. എന്താണ് അതായത് പൈസ വേണം. പൈസ ഇല്ലെങ്കിൽ വില ഉണ്ടാവില്ല. ലൈക്ക് അത് ഏത് കേസിലാണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും കൂട്ടത്തിലാണെങ്കിലും സംഗതി പൈസ വേണം. അപ്പോ
പൈസ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ, അല്ലാതെ പൈസയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പൈസയാണ് എല്ലാം വിശ്വസിക്കില്ല, പക്ഷെ പൈസ കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു ഇതുണ്ട്. എന്നാ പൈസ കൊണ്ട് കംപ്ലീറ്റ് ഹാപ്പിനെസ് നേടാൻ പറ്റുന്ന അങ്ങനൊന്നുമില്ല. എന്റെ ചോദ്യം അടിപൊളിയല്ലേ? കുറച്ച് മോശം, കുഴപ്പമില്ല. കാര്യം വിശദമാക്കി പറയാം. പൈസ അല്ല അൾട്ടിമേറ്റ് മൊത്തം പറഞ്ഞു. അപ്പൊ അതിന് ശേഷം പിന്നെന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്നത്? പൈസ കൊണ്ട് കിട്ടാത്ത കുറെ ഉത്തരവും പറഞ്ഞോ ടോപ്പോ പൈസ കൊണ്ട് കിട്ടാത്ത കുറെ സംഗതികളുണ്ട്. എന്താണ് പൈസ കൊണ്ട് കിട്ടാത്തത്? ബന്ധങ്ങളുണ്ട്, പിന്നെ വിശ്വാസം. ഈ സാധനം പൈസ കൊണ്ട് മാത്രം കിട്ടി. ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, സമയം. അത് പറയട്ടെ, പറട്ടെ. അല്ല അത് ഗോൾ അടിച്ച ശരിയല്ലല്ലോ. ഇതിന്റെ ഒരു പോയിന്റ് ഉണ്ട്, സമയം. അതൊന്നും പറയാൻ പാടില്ല. സമയം സമയമുണ്ട്, പിന്നെ അതൊക്കെ തന്നെ. പൈസ കൊണ്ട് നേടാൻ പറ്റുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? പൈസ കൊണ്ട് നേടാൻ എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങള്. അല്ല അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടായിക്കൂടെ? ഞാൻ വേറെന്തോ ആലോചിച്ചു. ഞാൻ എന്നോട് ചോദിക്കാം. ഓൻ ഓന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. അതിന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ പറയും പൈസ കൊണ്ട് പലതും നേടാം. പൈസ മണി ഈസ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. എനിക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. മണി ഈസ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പൈസ കൊണ്ട് കിട്ടും, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, ഇതിന് രണ്ടൊന്നും തരംതിരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആദ്യം ചില പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. പൈസ കൊണ്ട് നമുക്ക്, അതായത് ഇപ്പൊ നമ്മള് വാങ്ങാന്ന് പറയുമ്പോ നമ്മൾ അധികം എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്? ലൈക്ക് ഇന്നെ സംബന്ധിച്ച് ഞാൻ വേറൊരാളുടെ സാധനം കാണുമ്പോ നമുക്ക് പൂതിയാണ്. അതായത് ഇപ്പൊ ഒരുത്തിന്റെ കയ്യിൽ ഒരു ആഗ്രഹം, ഒരുത്തിന്റെ കയ്യിൽ നല്ലൊരു കുപ്പായം കണ്ട്, കുപ്പായൊക്കെ വളരെ ബേസിക്സ് ആണ്. ഒരുത്തിന്റെ നല്ലൊരു വണ്ടിയുണ്ട്, അപ്പൊ നമ്മുടെ മനസ്സിൽ ആഗ്രഹം വരികയാണ്, ഓ അതേമാതിരി ഒരു വണ്ടി എനിക്കും, അതേമാതിരി ഒരു സംഗതി എനിക്കും, ആ ഒരു ആഗ്രഹമാണ്. അപ്പൊ വേറെയുള്ള ഒരുത്തന്റെ അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ കാണുന്ന പകുതി മുക്കാൽ സംഗതിയും നമുക്ക് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൈസ ഉണ്ടെങ്കിൽ, അത്രമേൽ പൈസ ഉണ്ടെങ്കിൽ, അതിപ്പോ ഒരു നല്ലൊരു വണ്ടി, അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പ്, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം, ഒരു പ്ലോട്ട് ഒക്കെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങാൻ പറ്റുമെന്നാണ് പൈസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കണ്ണിൽ കാണാത്ത സാധനങ്ങൾ പൈസ കൊണ്ട് വാങ്ങാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് 100%. അടിപൊളിയല്ലേ? നമ്മൾ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റും അതൊക്കെ പൈസ കൊണ്ട് വാങ്ങാൻ പറ്റും. എന്നാൽ കണ്ണുകൊണ്ട് കാണാത്ത സാധനങ്ങളൊക്കെ പൈസ കൊണ്ട് വാങ്ങാൻ പറ്റും. പക്ഷേ നമ്മൾ വിചാരിക്കും കണ്ണ് കാണുന്ന സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മള് കിങ് ആയി എന്നുള്ള സംഗതി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പൈസന്റെയും കുറച്ചൊരു അൾട്ടിമേറ്റ് ഒരു പൊടിക്ക് നിൽക്കുന്നത് കണ്ണി കാണാത്ത സാധനങ്ങളായിരിക്കാം. സമയം അല്ല ഇതന്നെ, സമയം വാങ്ങാൻ പറ്റില്ല, കുടുംബം, സമാധാനം. സമാധാനം അതാണ് ഈ പറഞ്ഞ ആ വ്യക്തിക്ക് സംഭവിച്ചത്. സമാധാനം ഇല്ലാതെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പറഞ്ഞാല് പൈസ ഉണ്ടായിട്ട് കുറെ പൈസ ഉണ്ടായിട്ടും വാങ്ങാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. പറഞ്ഞ പോലെ തന്നെ, സിബിൽ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം, വിശ്വാസം പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യം. ഞാൻ പറയട്ടെ, വിശ്വാസം ഒരു പരിധി നമുക്ക് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റൂലേ? പക്ഷെ അതാണ് ഫുള്ളായിട്ട് ഒരിക്കലും ആ വിശ്വാസം അതെ ഒരു പരിധി വരെ പറഞ്ഞത്. കാരണം എന്താ അറിയോ, ഈ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് അനുഭവം ഇല്ല. കാരണം ഞാന് ഈ പറഞ്ഞ ഏപ്രിൽ ജനിച്ചുകൊണ്ട് സ്കൂളിൽ കളർ ഡ്രസ് ഇട്ട് പോകാനുള്ള യോഗ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവനും ഉണ്ടായിട്ടുണ്ടാവില്ല. മാർച്ചിലല്ലേ ബർത്ത്ഡേക്ക് കളർ ഡ്രസ് ഇട്ട് വരണം. ബർത്ത്ഡേക്കാ എനിക്കൊന്നും ബർത്ത്ഡേക്ക് കളർ ഡ്രസ് ഇട്ട് കണ്ട് സ്കൂളിൽ പോകാനുള്ള യോഗ ഉണ്ടായിട്ട് അത് വളരെ സംഘം. അതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാല് അന്ന് നമ്മൾ കളർ ഇടുമ്പോ നമ്മളാണ് അൾട്ടിമേറ്റ്, ആണോ അല്ലേ? നമ്മളാണ് അൾട്ടിമേറ്റ്. നമ്മൾ എന്തുകൊണ്ട് അൾട്ടിമേറ്റ് ആക്കുന്നു? എക്സ്ട്രാ 2 മുട്ടായി കിട്ടാൻ വേണ്ടിട്ട് ചെങ്ങൈമാർക്ക് അല്ലെ? തോള് കഴിട്ട് ഞാൻ അടക്കം തോള് കഴിട്ടുള്ളൂ. ഒരു ബന്ധുല വേട്ടാവളിന്റെ തോള് കഴിട്ട് ആ മുട്ടായി മാത്രം കിട്ടി ഒഴിവാക്കാൻ ചെറുപ്പം 5ാം ക്ലാസ് 4ാം ക്ലാസ് സമയത്താ. അപ്പോ അന്ന് ഓൻ അൾട്ടിമേറ്റ് ആകാൻ കാരണം എന്താ? ഓന്റെ അടുത്ത് വാല്യൂ ഉള്ള സാധനം ഉണ്ട്. അന്നത്തെ സാധനം വാല്യൂ ഉള്ളത് മുട്ടായി. അതേപോലെ തന്നെ അപ്പൊ അന്ന് ഈ ഓൻ്റെ സാധനം ഉണ്ടാകുമ്പോ ആ ചുറ്റുള്ള ആളുകളുടെ വിശ്വാസമൊക്കെ ഓനക്ക് വന്നു. അതേപോലെ അതിങ്ങനെ നമ്മളെ ഏജിലേക്ക് എടുക്കുക. ഇന്ന് ഞാൻ ഒരു BMW-ലും കുറച്ച് ലക്ഷറിയസ് ലൈഫും നല്ലൊരു വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ നടന്നു. ഇന്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ വരും. അതൊക്കെ ആ വിശ്വാസം ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ വിശ്വാസത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാ? ഈ പറഞ്ഞാല് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി, ഞാൻ പറഞ്ഞത് ഞാൻ പരിപാടി തുടങ്ങുന്നുണ്ട്, ആളുകൾ പൈസ നിങ്ങൾ പാർട്ണർഷിപ്പ് ഇൻവെസ്റ്റ് ചെയ്തോളി പറഞ്ഞു കഴിഞ്ഞാല് വരും. വിശ്വാസം കൺവേർട്ട് ആയോ? ആയി. ഒരു പരിധി വരെ പറ്റും. അത് ഒരു പരിധി വരെ പറ്റും. അപ്പൊ പൈസ നമുക്ക് ഒരു പരിധി വരെ വിശ്വാസം കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പൈസ കൊണ്ട് നമുക്ക് എന്താ വെച്ചാല്
നമുക്ക് സ്വസ്ഥതായിട്ട് ജീവിക്കലാണ് നമുക്ക് ഏറ്റവും അൾട്ടിമേറ്റ്. ഈ പറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന കുറേ പൈസ ഉണ്ടാക്കി എല്ലാം ഉണ്ടായി വെച്ചിട്ട് നമുക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റിക്കണമെന്നില്ല. പൈസ കുറെ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് എന്ത് ആഗ്രഹിച്ചാലും എനിക്ക് കിട്ടാവുന്ന അത്രയും പൈസ എന്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചില സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഈ പൈസ നമുക്ക് ഏറ്റവും വാല്യൂബിൾ ആയിട്ട്, ഈ പൈസ എന്ന് പറഞ്ഞ സാധനം, ഈ മണി എന്ന് പറഞ്ഞ സാധനം നമുക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നുന്നത് ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അത് സന്ദർഭങ്ങളിലാണ്. ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ആ മണിന്റെ വാല്യൂ നമുക്ക്. ചില സന്ദർഭങ്ങളിൽ പൈസ അതൊരു കാര്യമില്ല, പൈസ കൊണ്ട് കാര്യമില്ല. പണ്ട് ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഉണ്ടാവാണ്, ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ പണ്ടോട് ചോദിക്കുകയാണ്, എനിക്ക് നാളെ 100 കോടി കിട്ടും, അല്ല ഇന്ന് 100 കോടി എനിക്ക് തരാം, ശരി നാളെ മരിക്കും, അത് തരികയാണെങ്കിൽ ഞാൻ പൈസ എടുക്കുമോ? ഒരിക്കലും എടുക്കൂല. വാല്യൂ അതെ. പൈസ കൊണ്ട് നമുക്ക് കിട്ടാത്ത വേറെ നമ്മൾ പറയാൻ വിട്ടു, എന്താണ് ആരോഗ്യം. സമയൊക്കെ നമ്മള് പരിധി വരെ ആരോഗ്യം നമുക്ക് കിട്ടും. മമ്മൂട്ടി, മമ്മൂക്ക, പക്ഷെ ഉമ്മ മരിക്കുന്ന സമയത്ത് മൂപ്പരടുത്ത് എത്ര പൈസ ഉണ്ടായിട്ടും മൂപ്പർക്ക് ആ മരിച്ചു പോണ ജീവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി വരെ. പിന്നെ എന്താ വെച്ചാൽ പൈസ ഉള്ളവർക്ക് ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ ഇന്ന് ആധുനിക ലോകത്ത് ഭയങ്കര ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലില്. ഇപ്പൊ മരിച്ചാൻ പോണ ഒരാൾ, അസുഖബാധിതനായിട്ട് ഒരാളെ നമുക്ക് ദിവസങ്ങളോളം കടത്താൻ പറ്റും, ജീവച്ഛവമായിട്ട് കടത്താൻ പറ്റും. പക്ഷെ അതിനർത്ഥം അയാൾ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമാധാനമില്ല. അപ്പൊ പൈസ എന്നുള്ള സാധനം അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ അത് നമുക്ക് അനുഗ്രഹമാണ്, എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഒരാളെ സംബന്ധിച്ച് അയാൾ ഭയങ്കരമായ മാനസിക സമ്മർദ്ദം, ഇപ്പൊ അയാൾക്ക് കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഒന്നും ചിലപ്പോൾ പൈസ കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റിക്കണമെന്നില്ല. നമ്മുടെ സങ്കടങ്ങളും എല്ലാ സങ്കടങ്ങളും നമുക്ക് പൈസ കൊണ്ട് തീർക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി, എത്ര പൈസ ഉണ്ടായിട്ടും കാര്യം നമുക്ക് ആ സങ്കടം നടത്താൻ പറ്റില്ല. നമ്മൾ കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ സങ്കടം നടത്താൻ പറ്റില്ല. ചില സാധനങ്ങൾ പൈസ വെച്ച് നടത്താൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കാണാൻ പറ്റാത്ത സങ്കടങ്ങള്, ഈ പറഞ്ഞ പോലെ സമയം, ഇങ്ങനത്തെ സാധനങ്ങളും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ചില ആൾക്കാർ പറയും എന്നാ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഭയങ്കര പട്ടിണിയും പായാലുമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ആട്ടും തുപ്പും സഹിച്ച് ജീവിക്കുന്ന ആള്, അയാളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് പൈസക്കാരൻ. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം പിടിച്ച ജീവിതത്തിൽ നിന്ന് അയാളെ കരകയറ്റാൻ ആരെ കൊണ്ട് പറ്റും? പൈസനെ കൊണ്ട്. അപ്പൊ ഒരു പരിധി വരെ പൈസ വേണം, പക്ഷെ പൈസയാണ് എല്ലാം നല്ല. ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ പൈസ എന്തായാലും വേണം. പക്ഷെ അപ്പൊ ഈ പൈസക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കൊണ്ട് കാര്യമൊന്നുമില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് അതിന്റെ മണി മേക്സ്. ഈ പറഞ്ഞ അതേപോലെ തന്നെ ഇത് മാനേജ്മെന്റ് ചെയ്യണേലും അതാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. കാരണം പൈസ ഈ പറഞ്ഞതിൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും സാധിച്ചോളുന്നില്ല. ഇവന്റെ അടുത്തുള്ള പൈസ വേറെ രീതിക്ക്, എൻ്റെ അടുത്തുള്ള വേറെ, എൻ്റെ അടുത്തുള്ള വേറെ, ഇവന്റെ അടുത്തുള്ള വേറെ. അപ്പോ എല്ലായിടത്തും പൈസ ഉണ്ടാവും. അപ്പൊ 10 രൂപ ആണെങ്കിൽ 100 രൂപ എല്ലായിടത്തും ഉണ്ടാവും. ആളുകൾ നമ്മളോട് കേൾക്കാൻ ആളുകൾ കാത്തിരിക്കണതും എന്താ വെച്ച് കഴിഞ്ഞാല് ഉള്ള പൈസ എങ്ങനെ മാനേജ് ചെയ്യാം, അത് മണി മാനേജ്മെന്റ് വെച്ച് നമ്മൾ ആദ്യം പൈസ ഉണ്ടാക്കാനുള്ളത്. പൈസ ഇപ്പൊ എങ്ങനെയായാലും ഒരാളടുത്ത് ഉണ്ടാവും, കുറച്ചും കുറെ ആണെങ്കിൽ കുറെ അടുത്ത് ഉണ്ടാവും. ഈ ഉള്ള പൈസ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതാണ് മണി മാനേജ്മെന്റ്. എങ്ങനെ നോക്കിക്കാണുന്നത് മണി മാനേജ്മെന്റ് ഒരു ജീവിതത്തിൽ ഏറ്റവും അനിവാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സംഭവമാണ്. അയാൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സംഭവം മണി മാനേജ്മെന്റ് ആണ്. അത് ഒരു പരിധിക്കപ്പുറം നമുക്ക് ഒരു കുടുംബമൊക്കെയായിട്ട് ജീവിച്ചു തുടങ്ങി നമുക്ക് മനസ്സിലാവും. നമ്മൾ കറക്റ്റ് അത് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും. ഉദാഹരണത്തിന് 15,000 റുപ്യ സാലറി കിട്ടുന്ന ഒരാളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്, 1 ലക്ഷം റുപ്യ സാലറി കിട്ടിയ ഒരാളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. 15,000 റുപ്യ കിട്ടുന്ന ഒരാള് ആ പൈസ കൊണ്ട് അത് മാനേജ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. 1 ലക്ഷം റുപ്യ കിട്ടുന്ന ഒരാള് അതും കൊണ്ട് മാനേജ്മെന്റ് ചെയ്യും. ഈ 15,000 റുപ്യ കിട്ടുന്ന ഒരാള് 1 ലക്ഷം റുപ്യ കിട്ടുന്ന ഒരാളുടെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വപ്നം കാണാൻ പാടില്ല. ആ ലെവലിലേക്ക് നമ്മൾ ഉയരാൻ പാടില്ല. അപ്പൊ അതിന് എനിക്ക് 15,000 റുപ്യ സാലറി ഉണ്ട്, എനിക്ക് 1 ലക്ഷം റുപ്യ സാലറി ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും കാറിൽ നടക്കും, 500 റുപ്യ 1000 റുപ്യ എനിക്ക് എണ്ണടിക്കാം, കാരണം എനിക്ക് വരുമാനം ഉണ്ട്. എന്നാൽ അതേ സമയം 15,000 റുപ്യ സാലറി ഉള്ള എനിക്ക് എല്ലാ ദിവസവും കാറിൽ നടക്കാൻ പറ്റൂല. കാരണം ഒരു ദിവസം 1000 റുപ്യ കണ്ടടിച്ചാൽ എനിക്ക് അതിനെ പൈസ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അത്രമേൽ സ്വപ്നം കണ്ടാലല്ലേ എത്തിപ്പെടാനുള്ളതൊക്കെ മണി മാനേജ്മെന്റ്. ഒരു 15,000 റുപ്യ കിട്ടിയിട്ട് അതിന് 5,000 റുപ്യ മാറ്റി വെക്കണതും 1 ലക്ഷം കിട്ടിയിട്ട് അതിന് 5,000 റുപ്യ മാറ്റി വെക്കണ വ്യത്യാസമുണ്ട്. അതാണ് മാനേജ്മെന്റ്. അപ്പൊ അതിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഈ വലിയ ആൾക്കാർ ഇന്റർവ്യൂ ആയാലും യൂസ്വൽ ഇന്റർവ്യൂല് ആ ഒരു ഇന്റർവ്യൂ ഞാൻ ഫുൾ എടുത്ത് കണ്ടിരുന്നു.
മൂപ്പര് പറയണ്ട ഇപ്പോഴത്തെ തലമുറന്റെ പ്രശ്നം എന്താ വെച്ചാല് 2 കാര്യങ്ങളാണ് ഈ തലമുറ നേരിടുന്ന പുതിയ തലമുറ നേരിടുന്ന 2 പ്രശ്നങ്ങൾ. ഒന്ന് പങ്ക്ച്വാലിറ്റി ഇല്ല എന്ന് പറയുന്നത് ഫസ്റ്റ്. ആൾക്കാർ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളിപ്പോ ഒരു പൈസ ഉണ്ടാക്കാൻ പോകണം, എന്ത് കാര്യം ഇപ്പോൾ ജോബ് ആവട്ടെ ബിസിനസ് ആവട്ടെ എന്ത് സാധനം നമുക്ക് പങ്ക്ച്വാലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോരാ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മൂപ്പര് പറഞ്ഞു, അത് എനിക്ക് പ്രധാന വളരെ സ്ട്രൈക്ക് ആയിട്ടുള്ള സാധനം, വരവറിയാതെ ചെലവാക്കുക. അതാണ് വരവറിയാതെ ചെലവാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ചില സമയത്ത് നമുക്ക് തന്നെ. അതിപ്പോ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞു ലൈക്ക് എല്ലാ മാസത്തിനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത മാസത്തെ കൂടി കണ്ടിട്ട് എവിടെ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ചെയ്യണം. അതാണ് നമ്മള് ഫ്രീ ആയിട്ട് നമ്മള് എടുത്തു വെക്കണം സംഗതി. അതായത് നമ്മളെന്താ വെച്ചാല് അത് അടുത്ത മാസം നമുക്കത് വരുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ചെലവാക്കുക. ഇപ്പോ ഈ ചില ആൾക്കാരൊക്കെ വലിയ പൈസ ഭയങ്കര വലിയ ലോണൊക്കെ എടുത്തിട്ട് വലിയ കാറുകളൊക്കെ വാങ്ങും. അതൊക്കെ അത്ര ഫ്ലോപ്പ് മാനേജ്മെന്റ് ആണ്. നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ടാണ്. ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ട് ഐഫോൺ എടുക്കണൊക്കെ ഏറ്റവും ചെറിയതാണ്. ഒരു 15,000 രൂപ സാലറി ഒരാൾ പോയിക്കാണ് സാലറി പ്രോ മാക്സ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് അയാളെ കൊണ്ട് അഫോർഡബിൾ ആവും. 50% മുകളിൽ പൈസ പോകാൻ EMI ആയിട്ട് അടക്കണം. ആളെ മുമ്പിൽ എല്ലാ ബാങ്ക് ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് ബാങ്കിന്റെ ഇതിൽ നടന്നു പോയപ്പോ എനിക്ക് മനസ്സിലായ സംഭവം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും IT അടക്കണല്ലോ, ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് അടക്കണം. ഇപ്പൊ ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് അടക്കം നമ്മൾ ഇത്ര പൈസ നമ്മൾ എന്ത് കാണിക്കണം, നമ്മൾ സാലറി ആയിട്ട് കാണിക്കണം. നമ്മൾ സാലറി ആയിട്ട് കാണിക്കുന്നത് നമുക്കൊരു ബാങ്കിൽ ലോണിന് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിയുടെ 50% മുകളിൽ നമ്മൾ EMI ഒരിക്കലും പോകാൻ പാടില്ല. 50% മുകളിൽ ഒരിക്കലും നമ്മൾ ചെയ്യും. ഉദാഹരണത്തിന് എനിക്ക് 10 ലക്ഷം റുപ്യ എന്ത് വേണം, ലോണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാസം എനിക്ക് 90,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിച്ചോ, എന്റെ EMI ഒരിക്കലും ഏതിനാവാൻ പാടില്ല, 45-ന് മുകളിൽ പോകാൻ പാടില്ല. അപ്പൊ നമുക്ക് ആ സംഭവം നമ്മള് ഈ ബാങ്ക് വരെ നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും ബാങ്ക് കൂടി കുടുങ്ങാതെക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ മണി മാനേജ്മെന്റിൽ ഭയങ്കര ഫ്ലോപ്പ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാര് ഇതിങ്ങനെ ഒരു കുഴിയാണ്, ഇത് തോണ്ടി ഇങ്ങനെ പോവാണ്. നല്ല സുഖമാണ്. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ അതേപോലെ അതിന്റെ ഒരു ട്രാപ്പാണ്. ഇതിങ്ങനെ തോണ്ടി പോകും. ക്രെഡിറ്റ് കാർഡ് പറയുന്നത് ഭയങ്കര ക്രെഡിറ്റ് കാർഡ് ബാക്കിയുള്ളവർ അതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ക്രെഡിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി പറയാനുള്ളത് വെച്ചാല് വളരെ നല്ല രീതിക്ക് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതെ, ഇവൻ ലൈക്ക് ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ഞാനത് യൂസ് ചെയ്തതിൽ കുറവായിരുന്നു. ഇപ്പം ഇവ പറഞ്ഞാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെ നമ്മള് അതില് മതിമറന്ന് ഒരു ലഹരി പോലെ കണ്ടോ അവിടെ പൈസ ഉണ്ടല്ലോ എടുക്കാം, പക്ഷെ അത് നമ്മളെ പൈസയേ അല്ല, നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥല്ലാത്ത രീതിയിൽ കളി കളിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്ക് വീഴും. ടു ബി ഓണസ്റ്റ്, എന്റെ ജീവിതത്തിൽ ഞാൻ 2 കൊല്ലത്തിന് അടുപ്പിച്ച് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണം. ഈ മാസം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബില്ല് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബില്ല് എന്റെ ക്രെഡിറ്റ് കാർഡിൽ ആകെ ബാലൻസ് ആകെ ഒരു 10-200 രൂപ ബാലൻസ് ഉണ്ടാവുള്ളൂ ക്രെഡിറ്റ് കാർഡിൽ. ആലോചിക്കണം. സംസാരിക്കണം. എത്ര ശതമാനം പറഞ്ഞാൽ എത്ര ശതമാനം യൂസ് ചെയ്തു? 99% മുകളില് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത ഒന്നും വെളിപ്പെടുത്തുന്ന ആവശ്യമൊന്നുമില്ല. 1 ലക്ഷം രൂപന്റെ ക്രെഡിറ്റ് കാർഡ് ആദ്യം പറഞ്ഞ ഞാൻ ശതമാനം 1 ലക്ഷം ഞാൻ പറയട്ടെ, 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് എന്റെ ഇബല് പോലും നെട്ടി. കാരണം ഇബൽക്ക് പോലും 1 ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡിൽ ഇന്നിന്റെ ബാലൻസ് എടുക്കാൻ 200 രൂപയുള്ളത്. കുറിച്ച് ഓരോരുത്തരുടെ അഭിപ്രായം പറയട്ടെ. നമുക്ക് ഈ കൂട്ടത്തിൽ ആകെ ഉള്ളത് എനിക്കും മേലും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്റെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ല, അത് ഇതാണ്. അസീമിന്റെ അടുത്ത് എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ട്? അസീം 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അസീമിന്റെ അടുത്ത്. എല്ലാവരും യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് സിബിൽ സ്കോർ അത് ബാധിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിനെ ഒന്ന് പോസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡിന് ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമ ഡയമണ്ട് നെക്ലസ്. ഫഹദ് ഫാസിൽ ഡയമണ്ട് നെക്ലസ് കണ്ടേ നമ്മൾ തന്നെ പറയാം ഇടയ്ക്കിടയ്ക്ക്, ഇത് ഒരച്ചു ഫഹദ് ഫാസിൽ ഡയമണ്ട് നെക്ലസ് ആയല്ലോ, അത്രയും യൂസ് ചെയ്തവൻ അത്രയും പടുക്കുഴിയിലേക്ക് വീഴുക.
ക്രെഡിറ്റ് കാർഡ് അസീമിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എനിക്ക് തന്നു യൂസ് ചെയ്തോന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് മറ്റേ പെട്രോൾ അടിക്കുക, ഡീസൽ അടിക്കുക, കാർക്ക് ബൈക്ക് അതൊക്കെ ആവശ്യങ്ങളുണ്ട്. സാധനം വാങ്ങുമ്പോൾ മറ്റേ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യലുണ്ട്. വളരെ ലളിതമായി ജീവിച്ചുകൊണ്ടിരുന്ന 10,000 രൂപക്ക് താഴെ ജീവിച്ച് വളരെ തുച്ഛമായ നിരക്കിൽ ഒരു 6,000-5,000 കുടുംബത്തിലേക്ക് സാധനം വാങ്ങി കൊടുത്ത് സ്വന്തം ചെലവുകൾ ഒരു മന്തി കഴിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന അഫ്താബ് ഇപ്പോൾ ലക്ഷപ്രഭുവായി ക്രെഡിറ്റ് കാർഡ് വെച്ച്. എന്നാലോ ഇവന്റെ ബൈക്ക് ഞാൻ എപ്പോഴെടുക്കുമ്പോഴും ലേറ്റ് ഇങ്ങനെ മിന്നി കത്തു. ഞാൻ അല്ല പണ്ട് 50 റുപ്യക്ക് അടിച്ചപ്പോ 200 റുപ്യക്ക് അടിച്ചു. ക്രെഡിറ്റ് കാർഡ് പക്ഷേ ഏതെങ്കിലും മാസം തെറ്റിയിട്ടുണ്ടോ? ഇല്ല. അതാണ് മാനേജ്മെന്റ്, അതിനാണ് മാനേജ്മെന്റ്. കറക്റ്റ് മാനേജ് ചെയ്യണ ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ അത് ആ ഡേറ്റ് ആവുമ്പോ എനിക്കിപ്പോ എല്ലാ മാസം 9-ാം തീയതി എല്ലാ ആ ഡേറ്റ് ആവുമ്പോ എങ്ങനെ ആരെ കൊന്നിട്ടാണെങ്കിലും ആ പൈസ അക്കൗണ്ടിലുണ്ടോ അത് എങ്ങനെ ഉണ്ടോ, അല്ലാതെ ഞാൻ ഈ ബലത്തിൽ പോയിരിക്കൂ. ഇപ്പൊ ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അസീമിന്റെ ഫോണൊക്കെ വരല്, അവന്റെ ബില്ല് വരലും മെസ്സേജ് വരലും. ഞങ്ങളിപ്പോ പറയാൻ കാരണം ഒരു സ്കാനർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആ സ്കാനറിലേക്ക് സ്കാനർ കൊടുക്കാം, ഇഷ്ടമുള്ള കിട്ടോട്ടെ. സ്കാനർ താഴെ കൊടുക്കാം. നിങ്ങൾ ആ കഴിയുന്ന യൂട്യൂബിൽ ഡോളർ ഒന്നും കിട്ടിയിട്ടാണ് ആവണില്ല വല്ലാതെ. ഇന്നിപ്പോ ഒരു ഡേറ്റ് 27-ാം തീയതി കുറച്ചൊരു സമയം ബാക്കിയുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ആ സ്കാനറിലേക്ക് എനിക്ക് പേഴ്സണലി ക്രെഡിറ്റ് കാർഡ് ഇല്ല. ഞാൻ യൂസ് ചെയ്യണത് നിങ്ങളെ കൊടുക്കണ സമയത്ത്, അല്ലാത്ത സമയത്ത് എല്ലാവരും ഒരു 300 കൊടുക്കലുണ്ട്. അല്ല കൊടുക്കുമ്പോ മാത്രം അല്ല ആദ്യം നല്ല യൂസിങ്, ഇപ്പൊ അത്ര യൂസിങ് ഇല്ല. ഒരു 300 അടുത്ത ക്രെഡിറ്റ് കാർഡ് ബില്ല് എടുക്കാൻ ക്രെഡിറ്റ് കാർഡ് ബില്ല് ബില്ല് വന്നില്ലേ അപ്പുറത്തെ പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് പറഞ്ഞാൽ ഒരു ലൂപ്പ് തന്നെയാണ്. അത് കറക്റ്റ് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ പെട്ടു പോവാണെങ്കിൽ അത് അതിലാറ് ചതിക്കുഴിയാണ്. 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് മറിച്ച് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അങ്ങനെ ചെയ്യാട്ടോ. അതിന്റെ അപ്പുറത്തൊക്കെ നിങ്ങൾ ചെയ്യാൻ ഞാൻ അതുകൊണ്ട് 2 ക്രെഡിറ്റ് കാർഡ് എടുക്കാത്ത. ക്രെഡിറ്റ് കാർഡ് ഞാൻ ഏകദേശം 5 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ 5 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലോഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്. ഞാൻ 2 റുപ്യ നക്കി പോയോ. ഞാൻ ഒരു മാസം സത്യം പറഞ്ഞാൽ ഏകദേശം 8 ഡൊമസ്റ്റിക് ലോഞ്ചിന്റെ അടുത്ത് എനിക്ക് ഫ്രീ ആണ്. 8 വട്ടം എനിക്ക് ലോഞ്ച് ഉപയോഗിക്കാൻ പറ്റും. ഒരു മാസം, ഒരു വർഷം, 3 മാസം കൂടുമ്പോ. ഒരു വർഷം, ഒരു മാസം, ഒരു ക്വാർട്ടർ, ഒരു ക്വാർട്ടറില് 3 മാസത്തിൽ എനിക്ക് 8 ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ജനുവരി മുതൽ മാർച്ച് വരെ എനിക്ക് 8 ലോഞ്ച് യൂസ് ചെയ്യാം. മാർച്ച് മുതൽ ജൂൺ വരെ 8 ലോഞ്ച് യൂസ് ചെയ്യാം. ഈ ലോഞ്ച് യൂസ് ചെയ്യുമ്പോൾ സുഖം. അപ്പൊ ഞാൻ ഒരാവശ്യത്തിന് ഡൽഹി പോകാൻ വിചാരിച്ചു. ഡൽഹി പോകുമ്പോ മിക്കവാറും കണക്ഷൻ ഫ്ലൈറ്റ് ആയിക്കാരും കിട്ടുക. അപ്പൊ ബോംബെ ഇറങ്ങി ബാംഗ്ലൂർ ഇറങ്ങി പോവാം. ബാംഗ്ലൂർ ഇറങ്ങി 4 മണിക്കൂർ ആയിരുന്നു. എനിക്ക് ഒരു പേടിയില്ല, കാരണം ഞാൻ അവിടെ ലോഞ്ചിൽ കയറി നക്കി തിന്നു. നല്ല തിന്നു വരുത്തുമ്പോ ഓലൊക്കെ 2 റുപ്യ കണ്ടല്ലോ. ഇവിടെ 2000 ആകെ ഒരു അരച്ചാണിന്റെ കുഴലാണുള്ളത്. അതിലേക്ക് ഞാൻ അപ്പൊ എടുത്ത് ഇതേമാതിരി ഫാമിലി കൊണ്ട് സ്ഥലത്ത് പോയപ്പോ ഇതേമാതിരി ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും പോകാൻ പറ്റും. ഒരാൾക്കോ 8 ക്രെഡിറ്റ് കാർഡ് 8 ലോഞ്ച് ഇല്ലേ. ഈജിപ്പോ ഫാമിലിയിൽ 5 ആള് പോകണം കുട്ടിക്കോ, അതില് ഒരു ക്രെഡിറ്റ് കാർഡ് 5 ആള് പോകും. 5 ക്രെഡിറ്റ് കാർഡ് ഇല്ലേ. ഒന്നാമത്തെ മെച്ചത്. രണ്ടാമത്തെ മെച്ചം ഇത് നല്ല രീതിക്ക് യൂസ് ചെയ്യുമ്പോഴുള്ള പോസിബിലിറ്റീസ് ഞാൻ പറയുന്നുണ്ടോ. രണ്ടാമത്തത് ഞാൻ ഫർസിക്ക് പറഞ്ഞു കൊടുത്തതാണ് മാനേജ് എത്ര ഒരു മാസം നമ്മുടെ കയ്യിൽ എത്ര രൂപ ചെലവ് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞ 10,000 രൂപന്റെ താഴെ ജീവിച്ചിരുന്ന മകൻ ഇപ്പോൾ 25,000 രൂപക്ക് മേലെ ജീവിക്കുന്നു. അതായത് ഞാൻ ഇപ്പൊ ഇന്ത്യയിലത്തെ 5 കാർഡ് ഉണ്ടെങ്കിൽ ഒരു കാർഡിൽ നിന്ന് എണ്ണ മാത്രം അടിക്കും. ഒരു കാർഡിൽ നിന്ന് എണ്ണ മാത്രം അടിക്കും, ഒരു കാർഡിൽ നിന്ന് ഷോപ്പിംഗ് മാത്രം അടിക്കും, ഒരു കാർഡിൽ നിന്ന് മറ്റു ചെലവുകൾ ഇങ്ങനെ വെക്കും. എണ്ണന്റെ മാസത്തെ ചെലവ് എനിക്കൊരു 8 റുപ്യ 10 റുപ്യ വരും. നമുക്ക് മനസ്സിലാവും ഈ മാസം എണ്ണക്ക് ഇത്ര ചെലവായി. ഷോപ്പിങ്ങിന്റെ കാർഡിന്റെ ചെലവ് ഇത്ര പേര്. ഞാൻ ഈ മാസം ഡ്രസ്സും മറ്റേതും മറിച്ചതും കുറച്ച് കൂടുതൽ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. നമുക്ക് ആകണ്ട ഭാര്യയും കുട്ടിയില്ല, ബാക്കി നമുക്കുണ്ട്. ഇതിങ്ങനെ ഇതിന്റെ ഷോപ്പിങ്ങിന് തോന്നുന്നു. പിന്നെ നമ്മളെ പേഴ്സണൽ എക്സ്പെൻസ്, ഫുഡ് മറ്റേത് മറിച്ചത് സാധനം വാങ്ങുന്നത്, നമ്മൾ ചാടിക്കണം. ഫുഡ് നമ്മള് സമയത്ര ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൂടണം.
ഈ സാധനങ്ങളൊക്കെ ക്രെഡിറ്റ് കാർഡിൽ ലാസ്റ്റ് 200 രൂപ ഈ സാധനങ്ങളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ എനിക്ക് ഫ്യൂവൽസിന് കുറെ റിവാർഡ് കിട്ടിയിട്ടില്ലേ? സത്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഇത്രേ 550 പോയിട്ട് 5 തിരിച്ചിട്ടും അതിനെ ഇത് ഇവിടെ അടിച്ചിട്ടാണ് ഭാരത് ആ ക്രെഡിറ്റ് കാർഡ് ഇതിലടിക്കണം. കാണാതല്ല എവിടെ അടിക്കാത്ത കിട്ടാത്ത കാർഡൊക്കെ ഓനച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിലൊക്കെ ഞാൻ കണ്ടത്. എന്നിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഒരു മാസം എനിക്ക് ഈ 8000 റുപ്യന്റെ ഇപ്പൊ ഞാൻ അത്രയും സ്വൈപ്പ് ചെയ്ത് എനിക്ക് ഏകദേശം 600 റുപ്യ എനിക്ക് 8000 റുപ്യന്റെ എണ്ണന്റെ ചെലവ് വന്നാൽ അതിൽ എനിക്ക് എക്സ്ട്രാ 1500 റുപ്യ 2000 റുപ്യന്റെ എണ്ണ എനിക്ക് 1500 റുപ്യ എണ്ണ വരെ എനിക്ക് ഒരു മാസം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പോലോട് പറയും ഇത് നല്ലോണം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോണ്ട് പറയും. ഇവനാണ് രണ്ട് ശാലം മെസ്സേജ് ഒക്കെ വന്നിട്ട് യൂസ് അഫ്താബ് കേൾക്കാൻ നിൽക്കണേ. ഡെലിഷ്യ പോകും 5 പൊറോട്ട ഒരു ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ. ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒരു ഒന്ന് എന്റെ കൂട്ടുകാരൻ പെടട്ടെ, ഓന് പഠിക്കട്ടെ, അവൻ വീണ്ടും പെടട്ടെ, മൂന്നാമതും പെടട്ടെ. ഇത് യൂസ് ചെയ്യുമ്പോൾ കുറെ കാര്യമുണ്ട്. ഇപ്പൊ ഒരു വർഷം നമ്മൾ ഇത്ര യൂസ് ചെയ്തിരിക്കണം എന്ന് ഈ ക്രെഡിറ്റ് കാർഡിൽ നിർബന്ധമുണ്ട്. ആ ബിലോ യൂസ് ഉണ്ടാവാൻ പാടില്ല. ആ യൂസ് ചെയ്താല് നമുക്ക് ഇതെങ്ങനെ അറിയോ? ഞാൻ പറഞ്ഞതാ, പണ്ട് നമ്മള് തരിയിലേക്ക് പെരപ്പണിക്ക് മണലിറക്കും, മൂലൊക്കെ മണലിറക്കും. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോ ആദ്യം കുഴി കുത്തിക്കാണ്ട് എന്താക്കും, ഈർക്കിളിങ് വെക്കും. എന്നിട്ട് കുറച്ച് ഇലക്കെ മേലിട്ടാണ് നമ്മളിങ്ങനെ മറ്റൊരു തല്ലി തലയെ കണ്ടിടും. ഇപ്പൊ ഇങ്ങനെ കുഴിച്ചു എയർലൈൻസ് കുഴിക്കാൻ കൊഴിഞ്ഞോളൂ നേരെ കുന്നുകാണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പോകേണ്ടത് ഒരു വർഷമായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിരുന്നു. കൊല്ലക്കായ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണം. നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 141 ലാസ്റ്റ് വരുന്ന ആ 41 കൂടി വിട്ടുകൊടുക്കുമല്ലോ. കോമഡിയല്ല. ഇപ്പൊ സ്പെൻഡ് കോമഡി ചുരുച്ചത് ഇതിന്റെ ഇപ്പൊ സ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ എനിക്ക് 2500 രൂപ വൗച്ചർ കിട്ടി. അടുത്ത 2500 കുറച്ച് വൗച്ചർ കിട്ടി. ആ വൗച്ചറിൽ ഞാൻ പോയിക്കാണ്ട് അലൻസോളി അല്ലെങ്കിൽ അത് ഈ മാസത്തെ ഇങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ അതുകൊണ്ട് കൊടുത്തണ്ടി. ഇങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ അതുകൊണ്ട് കിട്ടാണ്ട്. ഇത് ക്രെഡിറ്റ് കാർഡിന്റെ യൂസ് ഇനി കറക്റ്റ് നിങ്ങൾ അറിയുന്നവരോട് പറയണം. യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ യൂസ് നിങ്ങളെ എപ്പോ ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കണം. അപ്പോഴാണ് നിങ്ങൾ മണി മാനേജ്മെന്റ് പറഞ്ഞാൽ അടുത്ത മാസത്തിലെ നിങ്ങൾ കണ്ടിട്ട് എടുക്കണം. അല്ലാതെ നിങ്ങൾ പെട്ടുപോകും, 100% പെട്ടു. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് സുഖല്ലേ, ആരാപ്പ ചോദിച്ചാൽ തരണം. മറ്റേത് ഒരാൾ വിളിച്ചു എടാ എന്റെ പൈസ കേട്ടോ, വിളിച്ചാൽ ആരും ഉണ്ടാവില്ല, ഒരു മെസ്സേജ് വരും, ആ സമയം പോലെ നടക്കണം. നിങ്ങൾ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല പണി. ഇനി നിങ്ങള് അപ്പൊ ഇനി പെട്ടിയില്ലെങ്കിലും ഭാവി നിങ്ങൾ വലിയ കോടീശ്വരനാവുകയാണെങ്കിൽ അപ്പോഴും പെടും. അത് അപ്പോഴും ഇതിന്റെ കുറച്ച് സൈഡ് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. 30% കുറയാതെ നമ്മൾ എല്ലാ വർഷവും ക്രെഡിറ്റ് കാർഡിന്റെ യൂസേജ് ഉണ്ടായിരിക്കണം. 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ആ യൂസേജ് 70% മേലേക്ക് പോകാനും പാടില്ല. അതിന്റെ അടിയിലിട്ട് യൂസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുത്താല് പിന്നെ അത് ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഒഴിവാക്കാൻ പാടില്ല. ക്രെഡിറ്റ് കാർഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഒഴിവാക്കാൻ പറഞ്ഞോ? എങ്ങനെ RBIന്റെ ഒരു നിയമമുണ്ട്, ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്താൽ അതെന്റെ സിബിലിനെ ബാധിക്കും. നമ്മളിങ്ങനെ കുടിക്കൊണ്ട് പുന്നാര മകൻ സാറിന് ക്ലോസ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അപ്പൊ ക്ലോസ് ചെയ്താൽ മതി സാറ്. ഈ ആപ്പിൽ പിന്നെ ഈ ആപ്പിൽ ഈ ബട്ടൺ ഞെക്കി അപ്പൊ ക്ലോസ് ആവും. അപ്പൊ ഞാൻ സിമ്പിൾ അല്ലേ. അപ്പൊ ഞാൻ എനിക്ക് കളിക്കാതെ ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ആരും വരില്ലൊക്കെ ഞാൻ വിചാരിച്ചേ. സ്ഥിര വരുമാനം ഉണ്ടോ? അത് സ്ഥിര വരുമാനം തന്നെ 10,000 രൂപ വരുമാനം നിങ്ങൾ പറയാം. പറയുമ്പോ എല്ലാം പറഞ്ഞത് 10,000 രൂപ ശമ്പളം വെച്ച് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കേട്ടോ. കാരണം ക്രെഡിറ്റ് കാർഡ് മിനിമം കിട്ടാൻ നിങ്ങൾക്ക് ഒരു 25,000-40,000 ക്രെഡിറ്റ് കാർഡ് കിട്ടുക. നിങ്ങൾക്ക് മിനിമം ഒരു 35,000 മേലെ അല്ലെങ്കിൽ 40,000 അടുപ്പിച്ച് സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് കുടുങ്ങാതിരിക്കട്ടെ. അതിപ്പോ ഈ പറഞ്ഞാതിരി ഇനിയിപ്പോ കുടുങ്ങാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ, നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ നിന്ന് പൈസ കടം വാങ്ങിയിട്ടെങ്കിലും അടക്കുക. ക്രെഡിറ്റ് കാർഡ് നിർത്തി കടം കൊടുക്കലിട്ടോ പൊട്ടുപോകും. കാരണം ഓൻ ചിലപ്പോ അങ്ങനെ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇനി നമുക്ക് കുറച്ച് സന്തോഷ പൈസ കൊണ്ട് ഇടുന്നത് നമ്മൾ കുറെ പൈസ കൊണ്ട് എന്താ പറയാ
ഒരു നെഗില കിടക്കുന്നത്. അതാണ് പൈസ കൊണ്ട് കിട്ടിയ സന്തോഷം കൊണ്ട് പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ച് കുറെ സാധനം വാങ്ങിയത് അങ്ങനത്തെ കുറച്ച് സംസാരിക്കാം. എന്ത് അഫ്താബെന്ന് പറഞ്ഞോ ഇജ്ജ് പൈസ കൊണ്ട് അതിന് മുമ്പ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുന്ന സംഭവം 100 കോടി കിട്ടിയ എന്ത് ചെയ്യും? 100 കോടി കിട്ടിയ തലയുടെ പാല് ബക്കറ്റ് കൊണ്ട് എത്ര കിട്ടും 100 കോടി നമ്മൾ കിട്ടാൻ കൂടുതലാ. നമ്മൾ അത്രക്ക് തലവേദനല്ല. ലോജിക്കില്ലാത്ത കാര്യങ്ങൾ നമ്മളത് ബസ് സ്റ്റോപ്പിൽ എങ്ങനെയാണെന്നറിയാം. മറ്റേ ഈ പോക്കിരാജിയിലും മധുരാജിയിലൊക്കെ മാറി ഏതെങ്കിലും ഒരു അണ്ണയും കൂടെ കൊഴിഞ്ഞാടും. അപ്പൊ നമ്മള് ചേട്ടാ പണ്ട് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞ മാതിരി നമ്മളാരും അധ്വാനിക്കാൻ തയ്യാറല്ല. നമ്മളൊക്കെ വിചാരിച്ച ഏതെങ്കിലും അറബിനെ കഴിക്കും. ഞാൻ അങ്ങനെ എന്തായാലും ഞാൻ എത്ര ആഗ്രഹിച്ചെന്ന് അറിയോ? അങ്ങനെയൊക്കെ എല്ലാരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ താന്തോന്നത്തൊക്കെ മാതിരി ഒന്ന് നാട് വിട്ട് പോകുന്നിട്ട് അവിടുത്തെ ഡോണാവ് രക്ഷിക്കാം. എടാ ഇപ്പൊ രക്ഷിച്ചാൽ പോലും ഇന്നത്തെ കാലത്ത് ഒരു മനസ്സുകൂടി സ്വന്തം നയിച്ചില്ല. നല്ല കഞ്ഞും വേറെ തരും. ഓക്കെ, പൈസ കൊണ്ട് അഫ്താബ് എനിക്ക് സന്തോഷം കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ച് വാങ്ങിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ തന്റെ പൈസക്ക് എങ്ങനെ അഫ്താബ് സ്വന്തം പൈസക്ക് വാങ്ങിയ സാധനം ഇത് വാങ്ങിയപ്പോ സ്വന്തം പൈസക്ക് ഇത്ര വില കൂടിയ സാധനം. വില കൂടിയ ചർച്ച ചെയ്യാം. വില കൂടിയ സാധനം ഇത് സംഭവം മറ്റേ ഇതിലും യൂസ് ചെയ്തിരുന്നത് 10 രൂപേന് 15 രൂപേന് സാധാരണ ആൻഡ്രോയിഡ് ഫോണായിരുന്നു. ഇത് ഏകദേശം 10, 35 രൂപ 40 രൂപ മുടക്കിക്കാണ്ട് എടുത്ത ഫോണാണ്. അടവ് എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ക്ലോസ് ചെയ്തിപ്പോ ആദ്യമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് ആദ്യമായിട്ട് വാങ്ങിയ. ഇനി എനിക്ക് ഒരു എത്തിപ്പെടാത്ത ഡ്രീമുകൾ കുറെ ഉണ്ട്. അപ്പൊ ഞാൻ ഉദാഹരണം ഞാൻ റോൾസ് റോയ്സ് എന്നൊക്കെ പറയാം. അപ്പൊ ഇനി അടുത്തത് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡ്രീമും കൂടി പറയാം പൈസ കൊണ്ട്. അതായത് എനിക്ക് നെക്സ്റ്റ് അത് നമുക്ക് വാങ്ങാൻ പറ്റും. ഒരു കാറ് ഒരു കാർ വാങ്ങാൻ പുതിയ മനസ്സിൽ സ്വന്തം പൈസ ഒരു ക്രിസ്റ്റൽ കിട്ടും നമുക്ക് എല്ലാവർക്കും പോവാം. അല്ല, വാപ്പാര് വാങ്ങണതും കാരണവന്മാര് വാങ്ങണതും അത് വേറെ. സ്വന്തം പൈസക്ക് വാങ്ങി അത് യൂസ് ചെയ്യാം. അപ്പൊ ഒരു കാറ് വാങ്ങാൻ താല്പര്യമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നെക്സ്റ്റ് ഞാൻ ഒരു നല്ല പൈസക്ക് അടുത്ത് ആഗ്രഹിക്കുന്ന ഒരു കാറാണ്. ഓക്കെ, ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഷിബിലു പറയും എന്റെ എന്തെങ്കിലും കുഞ്ഞു സാധനം ആയിക്കോട്ടെ വലിയ സാധനം ആയിക്കോട്ടെ, ഇത് എന്റെ പൈസ എന്റെ സ്വന്തം പൈസക്ക് വാങ്ങിയ ഒരു സാധനം പറയും. മൊബൈല് പിന്നെ അതല്ല ഐ മീൻ അത് കൂടാതെ ഒരു ആഗ്രഹം തീർത്ത്. പിന്നെ അന്ന് ബൈക്ക് എടുക്കാൻ പിൽക്കാലത്തൊക്കെ പറഞ്ഞു, ഇപ്പത്തെ വേണമെന്നില്ല. അല്ലെ എന്നത്തെ കാലത്ത് ബൈക്ക് എടുത്തില്ലേനോ? അത് സ്വന്തം പൈസക്ക് വാങ്ങുന്നുള്ളത്. ഇനി ഒരു ആഗ്രഹം എന്തേ കാരണം കാറിന്റെയാണ് മെയിൻലി. കാറ് കുറച്ചുകൂടെ ഉറക്കനെ പറഞ്ഞാൽ മൈറ്റ് കാറ് ഒരു 3 സീരീസ് 5 സീരീസ് അങ്ങനെ പറയും. 3 സീരീസ് എടുക്കണം. 3 സീരീസ് BMW 3 സീരീസ് എത്രക്ക് വേണ്ടി. ഇന്റെ ആഗ്രഹം വെച്ചാല് ഞാൻ പൈസ കൊടുത്ത് വാങ്ങണ്ടേ. അതെ പൈസ കൊടുത്ത് വാങ്ങിയില് ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇന്റെ ഫോണ് അതിപ്പോ ഈ അഫ്താബ് പറഞ്ഞതിന്റെ ഒരു ഏകദേശം ഒരു 2 ലക്ഷം രൂപ മുതലാണ്. അത് എനിക്ക് എന്റെ പണിന്റെ ആവശ്യമാണ്, അതുകൊണ്ട് അത്ര എക്സ്പെൻസുള്ള സാധനം വാങ്ങിയത്. ഏറ്റവും എക്സ്പെൻസുള്ള സാധനം എന്റെ പൈസ മുടക്കി വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപന്റെ ഫോൺ. പിന്നെ ഇനി വാങ്ങാൻ ആഗ്രഹമുള്ളത് വീട്ടിലേക്ക് ഒരു 7 സീറ്റർ വണ്ടി. അത് എല്ലാവരും കാരണം നമ്മളിപ്പത്ത് പോകാൻ നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ട്, അംഗസംഖ്യ കൂടുതലാണ്. എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാല് ഒരു ചടപ്പാണ്. അതായത് ഒരു ടീം കാർ പോകും, ചിലപ്പോൾ വാപ്പയും കുട്ടിയോ അല്ലെങ്കിൽ വാപ്പയും ഞാനോ അല്ലെങ്കിൽ സ്കൂട്ടി പോകും, അതൊരു ചടപ്പാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാർ ചോദിക്കേണ്ടി വരും, ഒരു 7 സീറ്റർ ചോദിക്കണം. അപ്പോൾ 7 സീറ്റർ ഏറ്റവും മിനിമം ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപയ്ക്ക് ഇന്നോവ ആയാലും കുഴപ്പമില്ല. അതൊരു 7 സീറ്റർ ഇന്റെ പൈസക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ പൈസ ഫോണല്ലാതെ എന്തേ കാര്യം നമുക്ക് ഫോണല്ലാതെ ചർച്ച ചെയ്യാം. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. സ്ഥലം പ്ലോട്ട് വാങ്ങി, നല്ലൊരു കാര്യം. ഞാൻ പൈസ കൊടുത്ത് ഞാൻ സ്വന്തം പൈസ ഇവര് പറയുമ്പോ ചിലപ്പോ ഞങ്ങളെ മാർക്കറ്റ് മാനേജ് കാരണം ഒരു കാര്യം ചിന്തിക്കണം, ഡിസ്ക്ലൈമർ കൊടുക്കണം. ഭാര്യ, കുട്ടി, കുടുംബം. ഭയങ്കര അല്ല, ഭാര്യ, കുട്ടി, കുടുംബം. ഇവര് 3 ഫോണും കാറും. എനിക്ക് അങ്ങനെ 2 സാധനത്തിനോട് എനിക്ക് 2 സാധനത്തിനോട് ക്രൈസ് ഇല്ല. പൊതുവെ ഇവര് നമ്മള് 4 ആൾ തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ ഇവര് 3 ആളും കാറിനോട് ഭയങ്കര ക്രൈസ് ഉള്ള ആൾക്കാരാണ്. ഇവന്റെ കാറിന്റെ തേങ്ങന്റെ മൂഡ് ഇപ്പൊ എന്ത് പെയിന്റ് അടിച്ചുകൂടോ നാളെ എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇവന്റെ കാർ എന്ന് പറഞ്ഞല്ലോ, എന്റെ മകനെ ഒരു ഡോർ ചിലപ്പോ തുറയില്ല. അല്ല ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ദിവസം ഭയങ്കര പോയപ്പോ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പ് കയറി ഗ്ലാസ് ആക്കാന് ഓരോ ഞാനുകള് 500, 400, 300 നിൽക്കുക.
ഡോർ തുറന്നാ- 500 ഒന്ന് നോക്കാം വലിയ ഇനോവൊക്കെ ഇനോവൊക്കെ നിർത്തിക്കാണ്ട് എണ്ണടിച്ചാൽ അസീം അത് കുഴപ്പമില്ല വണ്ടി കൊണ്ടുണ്ടല്ലോ ഓൻക്കറിയാലോ, വണ്ടി ഓടിയാ മതി. വണ്ടി കൊണ്ടുണ്ടല്ലോ നമ്മളെ കാരണം കേക്ക് അങ്ങനെയും കൊണ്ടെടുക്കും. ആ എടാ കേക്കിയിലെങ്കിലും മാണ്ടില്ല ഒരു വിൻഡ് തുപ്പണെങ്കിലും വിൻഡ് താത്തണ്ടേ തുപ്പണ ഡോറക്ക ഈ തുപ്പണ്ട ഒരാൾ ഞാൻ പറയണില്ല ഞാൻ ഒരു ബൈക്ക് നമ്മൾ ഒരു മുന്നേ ഒരു വണ്ടി ബൈക്ക് പോട്ടെ ഒരു വണ്ടി ചേസ് ചെയ്ത ഞാനും ഇവനും മാത്രം ഇനോവയ്ക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല വിചാരിച്ചു ഇവന്റെ റിഡ്സ് ഉണ്ട് ഇങ്ങനെ ഇരിക്കട്ടോ അത് പോട്ടെ ഇവന്റെ വണ്ടിയില് ഇങ്ങനെ പോവും അപ്പൊ ഒരു ബൈക്ക് ഞാന് കുറച്ച് ഇങ്ങനെ വാങ്ങണമെന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒത്ത ലക്ഷണം മൊത്തം ഒരു വണ്ടിയാണ് പണിക്കര് പറഞ്ഞ കുട്ടിമാര് ബൈക്ക് പോകുന്നുണ്ട് അപ്പൊ ഞാൻ കേട്ടോ പോയി ഇപ്പൊ ഒറ്റ തിരിച്ചു അപ്പൊ ലെഫ്റ്റ് സൈഡ് ഇടിച്ചാൽ മതി അത് പോട്ടെ ഇപ്പം പോയി എന്നിട്ട് ഈ ഇപ്പൊ ഹോണാണെങ്കിലും എന്നിട്ട് ബൈക്കിന് എടുത്തിട്ടോ രാഗമൽ ആ ലെവലിൽ പോവാ ഇവന്റെ തോളോട് തോള് നിക്കുന്നുണ്ട് ഞാൻ മറ്റേ ഗ്ലാസ് താത്താൻ പറ്റണില്ല പോണ ഡോറ് പൊറ്റടിക്കാൻ തുറന്നിക്കണ്ട് ഒച്ചടാൻ പറ്റൂല്ലോ ഇവനിങ്ങനെ ഇപ്പൊ കിട്ടും നിറഞ്ഞു പോവാ എന്നിട്ട് പോയി ഞങ്ങൾക്ക് ഇങ്ങോട്ടാ പോണ്ടി ഓൻ ഇങ്ങോട്ട് പോയി എന്നിട്ട് ഓന്റെ പിന്നാലെ പോയി എന്നിട്ട് അവസാനം ഒക്കണ് ഞാൻ ഇന്റെ ആവശ്യമില്ലേ ഞാൻ എന്ത് ചെയ്ത് കുറച്ചെടുത്തിട്ട് ഡോർന്നത് നിർത്തിയാറ് എന്നിട്ട് ഓനെ വട്ടിട്ട് ചുറ്റിക്കാണൊക്കെ എടുത്ത് അപ്പൊ ഞാൻ സിമിനോട് ഇപ്പൊ കണ്ട ഗ്ലാസ് അത് അത്ര മതിയില്ലേ പരിപാടി നടന്നില്ല ആവശ്യം നടന്നില്ലേ ഇങ്ങനത്തെ ഒരു മണ്ടനാണ് ചില നേരത്തെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അസ്തഗ്ഫിറുല്ലാഹി അലീബിന് അടുത്ത് കൂടെ പോയിട്ട് പക്ഷെ ചില നേരത്തെ ബുദ്ധി ഉള്ളതല്ല എന്നാലും സംഗതികള് അത്രമേൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ചെക്കൻ്റെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആട്ടെ ഇതിന് പെർസ്പെക്റ്റീവ് ഒന്നും ഇത് ആവശ്യമായ സാധനം പെർസ്പെക്റ്റീവ് തിന്നാലേ നടക്കാൻ പറ്റും അതേമാതിരി വണ്ടിക്ക് ആവശ്യ സാധനങ്ങൾ കൊടുക്കണം പ്രശ്നമില്ല ഞാൻ അങ്ങനെ വണ്ടി പൈസ ഫോണ് ഇച്ചിങ്ങി എവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഞാൻ വരില്ല ഞാൻ ആദ്യം പറയും അപ്പൊ ഞങ്ങൾ പറയും ഇതൊക്കെ ഒരു പെർസ്പെക്റ്റീവ് നടന്നു പോരെ അറിയാൻ അല്ലേ ഞാൻ വണ്ടി ഫോണ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അധികം പൈസ ചെലവാക്കാത്തതാണ് ഞാൻ ആകെ എന്റെ ജീവിതത്തിൽ ചെലവാക്കി ആകെ ഒരു ഒല വാങ്ങിച്ചു ഒല വാങ്ങിച്ചുള്ളൂ പറഞ്ഞപ്പോഴേ ഒല മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഞങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള സാധനം പറയും എന്റെ വീട്ടില് കാര്യങ്ങൾ നടന്നു പോകുന്ന റിഗ്സ് ഉണ്ട് അത് മതി അതല്ല നാട്ടിൽ ചോദ്യത്തിന്റെ ഉത്തരമാണ് ചോദിക്കുന്നത് അതില് ഞാന് എനിക്ക് വാങ്ങാൻ ഇനിയിപ്പോ വാങ്ങാനല്ല എനിക്ക് താല്പര്യമുള്ളത് ആ സ്ഥലത്ത് വാങ്ങിയ സ്ഥലത്ത് ഒരു വീട് ഉണ്ടാക്കുക അതാണ് എന്റെ നെക്സ്റ്റ് അത്രേ ഉള്ളൂ എനിക്ക് ഞാനൊക്കെ എന്റെ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് പ്ലാൻ ആക്കി കൊണ്ടെടുക്കണം ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കണം ഇത്ര വയസ്സിൽ സ്ഥലം വാങ്ങണം ഇത്ര വയസ്സിൽ വീട് വെക്കണം ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ എനിക്ക് വണ്ടിയുള്ളൂ എനിക്ക് ഈ സാധനങ്ങൾ കഴിഞ്ഞിട്ടേ വണ്ടി എനിക്ക് എനിക്ക് നല്ല വണ്ടി വേണം എനിക്ക് അത്ര നിർബന്ധം എനിക്ക് കാര്യങ്ങൾ നടക്കാൻ ഒരു വണ്ടി കിട്ടിയാൽ മതി അതിനിപ്പോ അൾട്ടോ 800 ആണെങ്കിലും ഞാൻ അതിന് സാറ്റിസ്ഫൈഡ് ആണ് ഇനിയിപ്പോ 7 സീറ്റർ ഇല്ലെങ്കിലും ഉണ്ട് വീട്ടിലുണ്ട് ഓക്കെ പക്ഷെ ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എനിക്ക് എന്റെ ആവശ്യം ഞാൻ ഫസ്റ്റ് ഈ സാധനങ്ങൾക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കേണ്ട അല്ല അതൊക്കെ നന്നാക്കി കൊടുക്കും ഒരു പ്രശ്നമില്ല എന്നാലും ഫുള്ള് പണി വെച്ചാക്കി ക്ലച്ചിന്റെ പ്രശ്നം തീർത്തു ഗ്ലാസിന്റെ തീർത്തു എല്ലാ നല്ല തണുപ്പാണ് കാരണം എന്താ തണുപ്പ് കുറക്കാനുള്ള സ്വിച്ച് ഉപയോഗിക്കണോ അപ്പൊ തണുപ്പ് കുറയില്ല സത്യം തണുപ്പ് കുറയില്ല ഏറ്റവും കൂടുതലായിട്ട് നമ്മള് ഡ്രൈവിംഗ് ഭ്രാന്ത് കടിച്ചത് ഇതിങ്ങനെ നല്ല തണുപ്പാണല്ലോ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്ക് വേറെ AC ഇല്ലേ പെട്ടെന്ന് തണുക്കും AC പറഞ്ഞപ്പോഴാണ് സോളാറൊക്കെ വെച്ചുകൊണ്ടോ സോളാർ കണക്ഷൻ കൊടുത്തോ കൊടുത്തല്ലേ വടക്കം വീട്ടിൽ ആദ്യം സോളാർ അച്ചാര വീട്ടില എന്ത് ആദ്യം സോളാർ അച്ചാര പോയല്ലോ പക്ഷെ പേരപ്പ സോളാറാണ് ഓടണത് സോളാർ ഇന്റെ വരെ പറയുമ്പോ വർഷങ്ങൾ സുഖം കിട്ടില്ല അഫ്താവിനെ പറഞ്ഞാൽ നല്ല സുഖം കിട്ടുള്ളൂ ഒരു പേര് 5 AC പക്ഷെ എത്ര ആകെ 4 ബെഡ്റൂം ഉള്ളൂ പാവപ്പെട്ട കുടുംബം അഫ്താബാണ് വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞത് അതായത് എങ്ങനെ ഇനിയിപ്പോ ഒന്നും പൈസ ഇല്ലെങ്കിലും ഫുഡ് കഴിക്കാൻ പറയുമ്പോ ഇന്റെ അടുത്ത് പൈസ ഇല്ല കേട്ടോ അത് അങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നില്ല പക്ഷെ എന്നാലും ഇന്റെ അടുത്ത് ഒരു 50 റുപ്യ അങ്ങനെ കിടക്കും പക്ഷെ അവിടെ എത്തുമ്പോ
പൈസ പോവും. അത് 300 400 പൈസ. അത് എങ്ങനെ പക്ഷെ പറ്റ അക്കൗണ്ട് ഉള്ളൂ. എടാ കൊച്ചു കുഞ്ഞ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? പിന്നെ അതാണ് പറയാനുള്ളത്. മണി മാനേജ്മെന്റിനെ കുറിച്ചാണ് മണി മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് അത്രമേൽ ഇതായിക്കണോ അറിയില്ല. നമ്മളൊരു തമാശ രൂപേണ മിക്സറൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കണത്. അത് ഒറ്റ കാര്യമുള്ളൂ. ഞാന് ഒരു ലൈക്ക് എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത സംഗതി ഉണ്ട്. അത് എല്ലാവരും അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു 100 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ചെലവാക്കുന്നുണ്ടെങ്കിൽ ആ 100 രൂപ എങ്ങനെ റിട്ടേൺ എത്തിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ചെലവാക്കുള്ളൂ. അത് ചിലപ്പോ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ റിട്ടേൺ എത്തൂരുന്നില്ല. ചിലപ്പോൾ ആകെ 50 രൂപ, ചിലപ്പോൾ 10 രൂപ, ചിലപ്പോൾ തീരെ എത്തൂല. എന്നാൽ പോലും ഞാൻ ആ 100 രൂപ എങ്ങനെ എന്താവശ്യം ചെലവാക്കണമെന്നുണ്ടെങ്കിലും അത് ചെലവാക്കുമ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ റിട്ടേൺ കൊണ്ടുവരാ എന്നിന്റെ മനസ്സിലൊരു ചെറിയൊരു ആലോചന കൊടുത്തിട്ട് ഞാൻ ചെലവാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പൈസ ചെലവാക്കണമെങ്കിൽ നിങ്ങളൊരു ബോധമാണ്. വെറുതെ ഇങ്ങനെ ഗൂഗിൾ പണി ആക്കരുത്. കാരണം അത് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുള്ളൂ. ഞാൻ പറയും എപ്പോഴും പൈസ നമ്മൾ ഒരു സുസ്ഥിരമായ സസ്റ്റൈബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഇല്ലാത്ത ഒരാള് ഒരിക്കലും നമ്മുടെ ചെലവ് അത്രയും പിടിച്ചിട്ടേ ചെലവാക്കാൻ പാടുള്ളൂ. സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കിയിരിപ്പായിട്ട് പിന്നെ ഞാൻ ഏറ്റവും മണി സേവിങ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് നമുക്ക് അതിനെ കുറച്ചുകൂടി ഒന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യാം. അല്ലല്ല അങ്ങനല്ല ഒരു മാസം മണി സേവിങ് ചെയ്യാനുള്ള ഒരു മാസത്തെ പൈസ സേവിങ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പുറത്തിറങ്ങാതിരിക്കുക. പെരിയിൽ ഉണ്ടാക്കണ എന്താണോ SIP, മ്യൂച്വൽ ഫണ്ട്, ഞാൻ അങ്ങനത്തെ കുറിയില്ല. കുറി നല്ലൊരു സംഭവം. ഒരുപാടുണ്ട്. ഇവന്റെ കൂട്ടക്കാരും എല്ലാരും ജീവിച്ചു പോണത് കുറിമലാണ്. ഒരു കുറി വെക്കുന്നു, നാളെ കാർ വെക്കുന്നു, ഒരു കുറി വെക്കുന്നു, നാളെ സത്യം കുറി വളരെ നല്ല രീതിക്ക് കൊണ്ടുപോകണം. ഇപ്പൊ ഞാനടക്കം ഞാനടക്കം കുറി നടത്തുന്നുണ്ട്. അതെന്തിന് എന്റെ ഫോം വാങ്ങാൻ കുറിച്ചിട്ട് എടുത്ത് പറയുമ്പോ നമ്മളെല്ലാം പറയണം. പക്ഷെ കുറിയൊക്കെ ഈ പറഞ്ഞ മതിയൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള പല വഴികളുണ്ടാണ്. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഒരു 50,000 റുപ്യന്റെ ആവശ്യം വന്നു. പക്ഷെ എന്റെ അടുത്ത് 50,000 ഇല്ല. ഞാൻ എന്ത് ചെയ്യും? സ്പോട്ടിൽ കുറി വെക്കും. മാസടക്കള വെപ്പിന്റെ അടുത്തുണ്ട്. അങ്ങനെ 50,000 ഒറ്റയ്ക്ക് നാളെ വില അടിച്ച 50,000 അടുത്ത് വന്നില്ലേ? കറക്റ്റ് തലച്ചോറുണ്ടെങ്കിൽ അതെങ്ങനെ വേണമെന്നറിയോ? സത്യസന്ധമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതാ, കുറച്ച് പൈസ പോകണം. കുറച്ച് പൈസ, കുറച്ചല്ല, കുറച്ച് നല്ല പൈസ പൊട്ടണം. അത് പൊട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിപ്പോ ഇത് പൈസ എടുത്ത് ഇത് വാങ്ങിയാൽ ഇത് പൈസ എടുത്ത് ഇത് വാങ്ങി അങ്ങനല്ല. ആ പൈസ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചോ ഇത് പൈസ അതിന് ചെലവാക്കാം. ആ പൈസ കൊണ്ട് മറ്റേ ഒരു നായ്ക്കും നരിക്കൂല്ല നമ്മള് പണ്ടത്തെ ചൊല്ലുണ്ട്. അതേമാതിരി വസൂലായി പോകണം. അപ്പൊ പഠിച്ചു തിരിച്ചു കിട്ടൂല എന്ന് ഉറപ്പുള്ള വകുപ്പുകാർ പൈസ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചു എങ്ങനെ പിന്നെ ആ പൈസ സേവ് ചെയ്യണം. ജീവിതാനുഭവം അനക്കുണ്ടോ? അത്ര ജീവിതാനുഭവം. അയ്യോ ഇതാണ് ഈ വടക്ക് വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഇന്ന് മുട്ടേക്ക് പോകുമ്പോ ഞാൻ 100 4 AC സോളാർ അങ്ങ് സോളാറൊക്കെ പൊള്ളുണ്ടില്ല. അതിന്റെ സോളാർ ചേടാ കറണ്ട് ബില്ല് ഞാൻ നടക്കണേ. ഞാനൊക്കെ എന്റെ ജീവിതത്തില് എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഞാൻ സാലറി വാങ്ങുന്നത് എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് 13,000 റുപ്യ 12,000 റുപ്യ സാലറി ഫസ്റ്റ് ഞാൻ വരുമാനം തുടങ്ങുമ്പോണ്ടായി. അന്ന് എന്റെ വാപ്പ ഫസ്റ്റ് എന്നോട് എനിക്ക് ഫസ്റ്റ് 10,000 13,000 റുപ്യ എനിക്ക് സാലറി വരുന്നുള്ളൂ. പൈസ പൈസ ബ്രോഡ്കാസ്റ്റ് ഞാൻ വന്നതാ. ആ 13,000 റുപ്യ സാലറി സമയത്ത് വാപ്പ പറഞ്ഞു ഞാൻ കുറി ചേർന്നോളൂ എനിക്ക് അടക്കാൻ പറ്റില്ല അടച്ചാൻ കിട്ടോ. ഞാൻ ഒരു എനിക്ക് അടക്കാൻ വിചാരിച്ച അടച്ചാൻ കിട്ടോ. അപ്പൊ ഏത് കുറി അയച്ചു? ബഷീറിന്റെ കുറിയാണ്. ഇതേമാതിരി ഞാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 2022 സംഭവം. ഞാൻ ആദ്യമായിട്ട് എനിക്ക് സാലറി 13,000 റുപ്യ വരുന്ന സമയത്താണ്. എന്തോ ഒരു ആവശ്യത്തിനാണ് എന്റെ വാപ്പ ഫസ്റ്റ് കുറി വെച്ചത്. അപ്പൊ എന്റെ വാപ്പന്റെ നിങ്ങളൊരു കുറി നടക്കല് ചെയ്തിട്ടോ. അപ്പൊ വാപ്പക്ക് ഓൾറെഡി കുറി ഉണ്ട്. വാപ്പക്ക് വേണ്ട. എനിക്ക് ആകെ 13,000 റുപ്യ സാലറി കിട്ടണുള്ളൂ. 13,000 റുപ്യ 12,500 ആ 13,000 റുപ്യ കഷ്ടേ കിട്ടണുള്ളൂ.
യൂണിസാക്കിന്റെ ഫണ്ട് കുറച്ച് ഡിലേ ആയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. എന്നോട് എന്താണ് പറഞ്ഞേ, ഒരു കുറി ഉണ്ട് ഞാൻ ചേർന്ന് ഞാൻ വിചാരിച്ചു 2-3 പേര് പറയും 10,000 കുറി ഉണ്ട്. ഞാൻ എനിക്ക് അത് പോയിക്കോളും പറഞ്ഞു. എന്നിട്ട് 10,000 ഞാൻ ആകെ 13,000 ഉള്ള സമയത്ത് ഞാൻ 10,000 സേവിങ്ങിന് കൊടുക്കുക. അങ്ങനെ ആദ്യത്തെ അപ്പൊ തന്നെ എനിക്ക് അന്ന് നമ്മള് പഠിച്ചതാണ് കുറി ചേർന്ന ആ പൈസ എപ്പോഴും അതുകൊണ്ടേക്കും ബാക്കി ആയി കിട്ടും. പക്ഷെ കുറി കിട്ടുമ്പോ എന്താ പറയാ, നമ്മളെ വെച്ചോ ആദ്യം കിട്ടണം, പിന്നെ വെച്ചോ നടുക്ക് കിട്ടണം, പിന്നെ ലാസ്റ്റ് കഴിച്ച് എപ്പോ കിട്ടിയാലും ലാഭമാണ്. അതാണ് അതിന്റെ സത്യാവസ്ഥ. എനിക്ക് ഇതുവരെ കിട്ടിയില്ല കേട്ടോ കുറി ഒന്ന്. കിട്ടിയിട്ടിപ്പോ കിട്ടിയിട്ട് എനിക്ക് ആവശ്യ സമയത്ത് കിട്ടി, ഞാൻ ഉപകരിച്ചും ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ കുറി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മളെ സ്കാനർ കൊടുക്കാം എന്ന് പറഞ്ഞു വെച്ചാല് നമ്മള് മൊത്തത്തില് ഒന്നും വേണ്ട, നമുക്ക് സെറ്റപ്പ് ഒന്നും അല്ലാക്കിയാൽ മതി. അതായത് ഒരു 2-3 ലൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാമറ, അതിൽ കുറച്ച് ഒരു മൈക്കെങ്കിലും കണ്ടോ, ഇതാ കണ്ടോ തോളത്ത് വെച്ച് കണ്ടാണ് വർത്താനം. നിങ്ങള് കാര്യം ശ്രദ്ധിച്ചോളാൻ അറിയില്ല, അവസ്ഥ വർത്താനം ഞാൻ പറയൂ അതുകൊണ്ടൊക്കെ ടെൻഷനില് പറയാം. നമ്മളെന്നാലും നമ്മളെ സെറ്റപ്പിൽ തുടങ്ങി ഹാപ്പിയാണ് അല്ലെന്നില്ല. ലൈക്ക് നമ്മള് ടു ബി ഓണസ്റ്റ് വേറെ ജീവിതം നോക്കി നമ്മള് വളരെ ഹാപ്പിയാണ്. പറയാൻ എല്ലാവർക്കും വണ്ടിയുണ്ട്, എനിക്ക് വണ്ടിയുണ്ട്, ഇവന് വണ്ടിയുണ്ട്, ഇവന് എല്ലാവർക്കും വണ്ടിയുണ്ട്. ആരും ഈ അടുത്ത കാലത്ത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എണ്ണ അതിന് കുടിക്കിട്ടില്ല. അത്ര ആവശ്യം മതി. പിന്നെന്താ 8,000 ഉറുപ്പിക മാസം എണ്ണ മറ്റു 2 കാറും ബൈക്കും എണ്ണ കൊടുക്കൂലേ? എവിടെ കുടിക്കാൻ കുടിച്ചിട്ടുണ്ട് അത് കേസില്ല. അപ്പൊ അതാണ് അത്ര അലച്ചാ മതി. നമ്മൾ പണ്ടൊക്കെ എണ്ണ മച്ചി എണ്ണ പെട്രോൾ കൊടുക്കൂല, കുപ്പി കൊടുക്കൂല. വരാനുള്ള വണ്ടിയിൽ എണ്ണ ഉണ്ടാവില്ല, അത് വേറെ കേസ്. അപ്പൊ അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് അതൊന്നും നമുക്കില്ല. റീചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? റീചാർജ് കഴിയാനായാലും 300 ഇപ്പൊ നമ്മൾ അറിയണ പോലില്ല. കയ്യുന്നു കയറ്റുന്നു, അപ്പൊ 300 നമ്മൾ കയറ്റുന്നു. അതിലൊക്കെ നമ്മൾ ബ്ലെസ്ഡ് ആണ്. ആഗ്രഹമുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും കഴിക്കാതെ വെച്ചില്ല, അത്ര എക്സ്പെൻസീവ് ചെയ്യേണ്ട വെച്ചിട്ടാണ് എല്ലാം. അതൊക്കെ ഓക്കെ. നമ്മള് ഓരോ ആണല്ലേ പൈസ ഇങ്ങനെ പോണെങ്കിൽ നമ്മളൊന്ന് പഠിച്ചു അടുത്ത മാസം ഒന്നും പിടിക്കാം. ഈ പറഞ്ഞ ഇപ്പൊ നമുക്കാണെങ്കിൽ ഒരു പറ്റിയ കുപ്പായ ഡ്രസ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം എല്ലാം അൽഹംദുലില്ലാ. വലിയ റിച്ച് ആവണം എന്നൊക്കെയാണ് നമ്മളൊക്കെ ആഗ്രഹം. എന്റെ ആഗ്രഹമൊക്കെ റിച്ച് ആവണമെന്ന്. വലിയ റിച്ചൊക്കെ എത്തിയില്ലെങ്കിലും ഈ നിലയിലൊക്കെ പോയാലും അൽഹംദുലില്ലാ ഇപ്പൊ പോണ മാതിരി പോയാൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ റിച്ച് ആവണം എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ വലിയ ആഗ്രഹമാണ് ഹെലികോപ്റ്റർ, ജെറ്റ്. കേൾക്കുമ്പോ ഏതൊരാളും ഇങ്ങനെ ചിരിച്ചണ ഒരു ആഗ്രഹമാണ് എന്റേത്. യൂസഫ് അലി എന്റെ റോൾ മോഡൽ. അതായത് സ്വന്തമായിട്ടൊരു ജെറ്റ് ചെല്ലും ഒരു സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ പമ്പ്, അങ്ങനെ അതായത് ഇങ്ങനെ ഒരു കൊട്ടയിലേക്ക് ചാവിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആവട്ടെ. ഞാനും നിങ്ങളും എല്ലാരും ആ ലെവലിലേക്ക് എത്തിയാല് ആണോ കുറച്ചൊക്കെ ചിലവരൊക്കെ എല്ലാവരും ലെവലിലേക്ക് എത്തിയാൽ എല്ലാവരും ലെവലിലേക്ക് എത്തട്ടെ. അപ്പൊ നമ്മളിന്ന് പറഞ്ഞതിന്റെ സാരം ക്രോഡീകരിക്കുക എന്താണ്? അതെ, നമ്മളിന്ന് പറഞ്ഞത് മണി മാനേജ്മെന്റ് ആണ്. ക്രോഡീകരിക്കുക പറഞ്ഞു കഴിഞ്ഞാല് അല്ല സോറി എങ്ങനെ ഒത്തുകൂടി ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇരിക്കണ അത് മാറ്റണ്ട്. തൊള്ളിന്ന് വരുന്ന കുറെ സംഗതികൾ. അതെ തൊള്ളാന്ന് പറയുമ്പോ നമ്മള് വായാതാണ് ഉച്ചരണം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ച് നമ്മൾ ആവശ്യമില്ല, മണി മാനേജ്മെന്റ്. മണി മാനേജ്മെന്റ് അത്രേ ഉള്ളൂ. 100 ഉറുപ്പിക ഉണ്ടെങ്കില് ഈ പറഞ്ഞ മാതിരി 10 ഉറുപ്പിക 100 ഉറുപ്പിക ചെലവാക്കണ മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. അവരുടെ ഞാൻ അതിന്റെ പര്യായപദം പറയാൻ ഞാൻ 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഒരു 20 ഉറുപ്പിയൊക്കെ അല്ലെങ്കിൽ 30 ഉറുപ്പിയൊക്കെ പരിപാടി വെച്ചിട്ട് ബാക്കി 20 ഉറുപ്പിക ഇങ്ങനെ ഒന്ന് സേവ് ചെയ്ത് ബാക്കി വരുന്ന 50 ഉറുപ്പിക എന്ത് ചെയ്യാം, ഇനി എന്തെങ്കിലും വരുമോ എന്ന് ആലോചിച്ചിട്ട് എടുത്ത് വെക്കുക. ഈ 100 ഉറുപ്പിക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ലക്ഷങ്ങളാക്കാം, ആയിരങ്ങളാക്കി ഒക്കെ നിങ്ങളെ മനസ്സിൽ കൺവേർട്ട് ചെയ്യാം. അത്ര നമ്മൾ പറഞ്ഞോളൂ. അപ്പൊ ഉള്ളത് ഒരു കാര്യം കൂടി, പൈസയാണ് എല്ലാം നല്ല, പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഒരു പകുതി മുക്കാലും പൈസയാണ് എല്ലാം, പക്ഷെ ബാക്കിയുള്ളതും അത്രമേൽ ഇമ്പോർട്ടന്റും ആണ്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പൊ ഉള്ള പോലെ എല്ലാവർക്കും ഉള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള ഇതുള്ള എല്ലാവർക്കും എന്താ അടിപൊളിയാവട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ടോപ്പിക് എന്താ ദയവ് ചെയ്ത് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കടന്ന് ആകെ കണ്ട് മുക്കും ഉണ്ടാകാൻ പോണത്.
താങ്ക് യു. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ കാണിച്ചെന്ന പോലെ തന്നെയാണ് ലൈവ് സെറ്റപ്പ് ഇനി ഈ പോഡ്കാസ്റ്റിൽ കാണിക്കണില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഫുള്ള് സെറ്റപ്പ് ആക്കി കാണിച്ചു. കഴിഞ്ഞ പോഡ്കാസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ പോഡ്കാസ്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്താ ടോപ്പിക്കുകൾ പറയാം, അഭിപ്രായങ്ങൾ പറയാം. കഴിഞ്ഞ പോഡ്കാസ്റ്റ് വളരെ വിജയകരമാക്കിയ പോലെ തന്നെ ഈ പോഡ്കാസ്റ്റ് വിജയകരമാക്കുക. സോ ഇതാണ് നമ്മളെ മെയിൻ ക്യാമറ ലാസ്റ്റ് വരുന്നത്. ക്രോഡീകരിച്ചിരിക്കും. അപ്പൊ അത്ര തന്നെ ഉള്ളൂ ഞങ്ങളെ പോഡ്കാസ്റ്റ്. അടുത്ത ഞായറാഴ്ച 8 മണിക്ക് അടുത്ത എപ്പിസോഡ് വരും. നമ്മള് വീക്കിലി 2-3 എപ്പിസോഡ് ആക്കണം നമ്മൾ ആഗ്രഹമുണ്ട്. പക്ഷെ 4 ആളും 4 വൈയിലേക്കാണ്. ചിലപ്പോ ഞങ്ങൾ തെറ്റും, ചിലപ്പോ ഞങ്ങൾ ഉടക്കും, ഒക്കെ റെഡിയാവും. അതൊക്കെയാണ് പ്രശ്നം. നാളെ റെഡിയാവും, ഒരു കുഴപ്പമില്ല. ഇന്നലെ രാത്രി ഭയങ്കര തെറി കൂടി പോടി ഞാൻ അങ്ങനെ പിറ്റേന്ന് ഒരു ഏതെങ്കിലും ഒരു സൈഡ് കുറഞ്ഞെടുത്താല് തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങള് ആഴ്ചയിൽ 2-3 കൊടുക്കണം നമ്മൾ ആഗ്രഹമുണ്ട്. നമ്മള് വരും, നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോ താങ്ക് യു, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. നല്ലൊരു ബൈ പറയാം. ബൈ.